വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു മെയിൽ ക്രോക്കി വരയ്ക്കാൻ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽസിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ബ്ലോക്ക് ഫിഗർ വരയ്ക്കാൻ പഠിച്ചു. പിന്നെ ഫീമെയിൽ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ ഷേപ്പ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതും പഠിച്ചു. അത് റെൻഡർ ചെയ്യുന്നതും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് മെയിൽ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒരു മെയിൽ ക്രോക്കി ഒരു മെയിൽ ഫിഗർ ഷേപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് റെൻഡർ ചെയ്യുന്നതും നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി മെയിൽ ബ്ലോക്ക് ഫിഗർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതെല്ലാം പറഞ്ഞതാണ്, ഒരു ട്യൂട്ടോറിയൽ അതിൻ്റെ കഴിഞ്ഞതാണ്. അത് കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മെയിൽ ബ്ലോക്ക് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു മെയിൽ ക്രോക്കി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു ബോഡി ഷേപ്പ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രോക്കി എന്ത് ചെയ്യാം, പിൻട്രസ്റ്റിന്നോ അല്ലെങ്കിൽ ഗൂഗിളിന്നോ, ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു എങ്ങനെയാണ് നമ്മൾ ഈ ബ്ലോക്സ് എന്തിനാണ് വരയ്ക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു അളവ്. ഹെഡിൻ്റെ അളവ്, ഷോൾഡറിൻ്റെ അളവ്, എല്ലാം അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് വരയ്ക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. വേറെ രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഇപ്പം ഫേസിൻ്റെ ജോ ലൈന് കുറച്ചും കൂടെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചിൻ കുറച്ച് കൂർത്ത് നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോ മോഡൽസിൻ്റെ ഓരോ ഷേപ്പ് ഇതുണ്ടാവുമല്ലോ. ഫേസിൻ്റെ ഷേപ്പ് തന്നെ പലർക്കും പല രീതിയിലല്ലേ. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് കോളർ ബോൺ ആണ് കേട്ടോ. ഇവിടെ ഒരു മസിലുണ്ട്, നമ്മുടെ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ അല്ലേ. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്തേ ഉള്ളൂ. ആണുങ്ങളാകുമ്പോൾ കുറച്ചുകൂടെ മസ്കുലർ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് കേട്ടോ. നമുക്ക് 6 പാക്കൊക്കെ കൊടുക്കാം. ഓക്കെ,
സിക്സ് പാക്കൊക്കെ ഉള്ള അടിപൊളി മോഡലാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ആണുങ്ങൾ കാല് കുറച്ചൊന്ന് വിടർത്തിയിട്ടൊക്കെ അല്ലേ നിൽക്കുക അല്ലേ? ഒരു നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പോസ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് പോസ് ആണെങ്കിലും അടുപ്പിച്ചിട്ട് നിൽക്കുന്നതിനേക്കാളും കുറച്ചൊന്നിങ്ങനല്ലേ നിൽക്കുക. അപ്പോൾ നമുക്ക് മറ്റേതുപോലെ അടുപ്പിച്ച് വരയ്ക്കണ്ട, ഒരു ഡിസ്റ്റൻസ് കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പില്ലേ, ഒരു ഗ്യാപ്പ് ദേ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അതാവും കുറച്ചുകൂടെ ഒരു രസം. മെയിൽ ക്രോക്കിയിൽ ഞാൻ അതിനനുസരിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്. കുറച്ച് കാലിങ്ങോട്ടും അങ്ങനെ തന്നെ നമ്മൾ പോസൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്യുക കേട്ടോ. പോസിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞേ കുറച്ച് ഇങ്ങനെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു വിടവ് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ നമ്മളെ ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ, ആ ബ്ലോക്സിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിയിലും ആവണം. വല്ലാതെ അങ്ങ് ഡിഫറൻസ് വരരുത്, പക്ഷെ കുറച്ച് വിടവും വേണം. അങ്ങനത്തെ രീതിയിൽ, വല്ലാതെ വേണ്ട, ചെറിയ രീതിയിൽ മതി. ബ്ലോക്സിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ. പക്ഷെ ഫീമെയിൽ പോലെ മെയിലാക്കിയൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ വരയ്ക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗി. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്യല് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുന്നതാണ്. ഓക്കെ, ഏകദേശം ഓക്കെ ആണല്ലേ? നെക്സ്റ്റ് കൈ നോക്കാം. കൈൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് അത് ചിലപ്പോൾ തെറ്റിപ്പോവും. ഈ ഒരു രണ്ട് സൈഡിലേക്കൊക്കെ ആയിപ്പോവും. അപ്പം ഏറ്റവും ബെസ്റ്റ് ഞാനിങ്ങനെ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ വെക്കും. എന്നിട്ട് എവിടെയാണോ തമ്പിൻ്റെ ടിപ്പ് വരുന്നത് എന്ന് കറക്റ്റ് നോക്കും. ഈ തമ്പിൻ്റെ ടിപ്പില്ലേ, അതിവിടെയാണ് വരുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് ഈ ടിപ്പ് ഒരു സൈഡ് വരച്ച് മറ്റേ സൈഡ് വരയ്ക്കുന്നതിന് മുൻപ് ടിപ്പ് എവിടെയാണെന്ന് നോക്കി, എന്നിട്ട് എന്താക്കുക, ജസ്റ്റ് ഇതിൻ്റെ മേലേക്ക് അങ്ങ് വരയ്ക്കുക. അതാകുമ്പോൾ വലുങ്ങനെ അങ്ങ് തെറ്റൂല. അല്ലെങ്കിലും എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു കൈ ചെറുതും മറ്റേ കൈ വലുതും അങ്ങനെയൊക്കെ തോന്നും. എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് കൈ എവിടെയാണ് ടിപ്പ് വരുന്നതെന്ന് മനസ്സിലാവും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്.
കളർ ചെയ്യുമ്പോഴൊക്കെ ഈ ഭാഗത്തെ കുറച്ച് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. മസിൽസിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അല്ലേ മസിൽസ് ആണ് എന്നുള്ളത് ഇതാക്കാൻ അത് നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു മസ്കുലറായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് ശരിക്കും കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സൈഡും ഏകദേശം ഒരു സെയിം പ്രപ്പോർഷനിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ആണുങ്ങളിൽ എപ്പോഴും കാല് കുറച്ചൊരു വിടർത്തിയിട്ട് അങ്ങനെയല്ല അവർ നിൽക്കുക അല്ലേ. പെൺപിള്ളേർ കുറച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ചുകൂടെ ഇതുണ്ടെങ്കിലും ആണുങ്ങൾക്കൊരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് പോസിലാണെങ്കിലും ഉണ്ടാവും അല്ലേ. ശരിക്കും കുറച്ചും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഇത് ഞാൻ മാക്സിമം അടുപ്പിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു പോസാണ്, മെയിൽ പോസ്, ഒരു സ്ട്രെയിറ്റ് പോസ് ഞാൻ വരച്ചതാണ്. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് പോസസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേറെ രീതിയിൽ പഠിക്കാം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ക്രോക്കീസ് വരച്ചിട്ട് പഠിക്കുക. ഡിഫറെൻറ്റ് പോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വരയ്ക്കുക. അങ്ങനെ പഠിച്ച് പോവുക. എന്താ പറയുക, ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ബുദ്ധിമുട്ടായി തോന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മേലെ നമുക്ക് ഇനിയും ചെയ്തെടുക്കുക അല്ലേ. ചിലപ്പോൾ ചിലർക്ക് പ്രശ്നങ്ങളൊക്കെ തോന്നും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ക്രോക്കീസ് പഠിക്കുക കേട്ടോ. ചെയ്ത് ഞാനൊക്കെ എത്രയോ ചെയ്തിട്ടുണ്ട്. ക്രോക്കി ഒരുപാട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി പ്രശ്നം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇതൊരു പോസ് തന്നെയാണ്, ഇതൊരു സ്ട്രെയിറ്റ് പോസാണ്. വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ കാലൊക്കെ നമുക്ക് കുറച്ചും കൂടെ മസ്കുലർ ആക്കാം ആളെ. പക്ഷെ ഇതിപ്പോൾ ഞാൻ എന്താക്കി, മേൽഭാഗം കുറച്ച് നല്ല മസ്കുലർ, താഴെ കുറച്ച് അത്ര ഇല്ല എന്നുള്ള രീതിയിലും വരച്ചു. ഇനി കുറച്ചുകൂടെ മസ്കുലർ ആക്കണമെങ്കിൽ ഈ പാർട്ടൊക്കെ നല്ല റെൻഡർ ചെയ്യുമ്പോൾ എന്താക്കുക, ഇവിടെയൊക്കെ നല്ല മസ്കുലറാക്കി കാണിക്കുക. അത് കളറിങ്ങിൽ നമ്മളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെയിൽ ക്രോക്കി ആ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതണു. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ചിത്രവസ്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ടേക്ക് എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ ഷേപ്പ് ചെയ്ത ഈ ഒരു മെയിൽ ക്രോക്കി ഞാൻ റെൻഡർ ചെയ്യാണ് കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.